നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ് ഖുർആനിൽ 10-ാം അധ്യായം സൂറത്ത് യൂനസ് 31-ാമത്തെ വചനാട്ടോ. മാർക്കിട്ടോളി, നോട്ട് ചെയ്തോളി, പഠിച്ചോളി. കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. ഖുർആനിലെ ആയത്താ. അർത്ഥം അബൂജഹലിനെ വിളിച്ച്, അബൂജഹൽ ഇങ്ങോട്ട് വാ, അബൂലഹബ് ഇങ്ങോട്ട് വരികയാണ്. നബി ചോദിക്കുകയാണ്, അല്ല ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം തരുന്നത്, അന്നം തരുന്നത് ആരാ? അബൂജഹൽ പറയാണ്, ഇജ്ജ് വെറുതെ സമയം മെനക്കെടല്ലേ മുഹമ്മദേ, അത് അള്ളയാന്ന് നിനക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം. അബൂജഹൽ ഇത് പറയുമ്പോൾ അള്ള എന്ത് പറയണം? നൊണയ നബിയെ പറയണേന്ന് പറയണ്ടേ? അള്ള പറയണ, അവർ പറയുന്നത് സത്യനബിയെ. പക്ഷെ അവർ എങ്ങനായിപ്പോയിന്ന് കേട്ടോളി. ഖുർആനാ പറയുന്നത്, നബിയെ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നതാരാണ്? അപ്പൊ പറയണെന്ത്? അള്ളയാണ്. അടുത്ത ചോദ്യം എന്താണ്? കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തി തന്ന അതിനുള്ള അധികാരം ആർക്കാണ്? അബൂജഹൽ പറയാണ്. പിന്നെയും കിന്നാരം പറയേ, അള്ളയാണ്. ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അബൂജഹലാ പറയുന്നത്, എതിരഭിപ്രായമില്ല. അടുത്ത ചോദ്യം, ജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്കും നിർജീവാവസ്ഥയിൽ നിന്ന് നിജീവാവസ്ഥയിലേക്കും, കോഴിമുട്ടയിൽ നിന്ന് കോഴിയെയും കോഴിയിൽ നിന്ന് കോഴിമുട്ടയെയും സൃഷ്ടിക്കുന്നത് ആരാണ്? അബൂജഹലെ. അബൂജഹൽ പറയാണ്, ഏതൊരല്ലാനെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്, ആ അള്ളയാണ്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആനുകാലിക പ്രസക്തിയുള്ളതാണ്, ഗംഭീരമായ ചിന്തയാണ്. അതെന്താ? അടുത്ത ചോദ്യം എന്നറിയോ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ നിയന്ത്രണന്മാരാണ്. മാലിക്കുൽ മുലൂക്കാരാണ്. രാജാതിരാജനാരാണ്? ആരോടാ ചോദിക്കണത്? അബൂജഹലിനോടാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അന്ന് അബൂജഹൽ നബിയോട് പറയുന്നത്, അല്ലയാ മുഹമ്മദേ, എതിരഭിപ്രായമില്ല. ഇതേ ചോദ്യം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കാന്തപുരത്തെ ഉസ്താദിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് CM മടവൂരാണ്, മാലിക്കുൽ മുലൂക്കാരാണ്, അർശിന്റെ നാഥനാരാണ്. മണ്ണാർക്കാട്ടുകാരൻ മൊയ്ലിയാരുട്ടി പറയുന്നത് CM മടവൂരാണ് എന്നാണ്. തന്റെ കൈപ്പിടിയുടെ വലുപ്പമുള്ള ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം നിയന്ത്രിക്കാനാകാതെ, പൾസ് നിയന്ത്രിക്കാനാകാതെ, മരണത്തിന് കീഴ്പ്പെട്ട, മരണത്തിന് വിധേയമായ, മരണത്തിൽ നിന്ന് ഓടാൻ ശ്രമിച്ചിട്ടും ആ മരണം കണ്ടുമുട്ടിയ, സ്വന്തം ജീവനെ രക്ഷിക്കാൻ കഴിവില്ലാത്ത CM മടവൂർ ഈ അണ്ടകടാകത്തെ നിയന്ത്രിക്കുന്നു എന്ന് കാന്തപുരം വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ചിന്തിച്ചോ. അതെന്താ അറിയോ? മത്സര. നിങ്ങൾ മനസ്സിൽ മത്സര കൊണ്ടുപോവാ. അബൂജഹലിനോട് അള്ള പറയാൻ പീക്കോ, നരകത്തിലേ പോയിക്കോ. അപ്പം അപ്പുറത്ത് അബൂബക്കറുണ്ട്. ഏത് അബൂബക്കർ നിങ്ങൾക്ക് മനസ്സിലായി? ഏത് അബൂബക്കർ നിങ്ങൾക്ക് മനസ്സിലായി? രണ്ടാളുണ്ട് മനസ്സിലായി. അബൂജഹൽ ഇങ്ങനെ നരകത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒന്നും ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് റബ്ബിനോട് ചോദിക്കാന്ന് വിചാരിക്കുക, റബ്ബേ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് നീയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായ വിശ്വാസമാണതെന്ന് നിനക്കറിയാം, നീ തിരുത്തിയിട്ടില്ല. ഞാൻ പറയുന്നു, ചിന്തിച്ചോളി. ആകാശത്തുനിന്ന് മഴ ചൊരിയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നീയാണ് റബ്ബേ എന്ന് മനസ്സ് തരട്ടി പറഞ്ഞ ആളാണ് ഞാൻ. കാഴ്ചയും കേൾവിയും നീ നൽകിയതിൽ ഒരു ശൈഖനും പങ്കില്ല റബ്ബേ. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നാഥാ നിന്റേതാണ് എന്ന് അംഗീകരിച്ച ആളാ ഞാൻ. എന്നിട്ട് നീ എന്നെ നരകത്തിലിടുന്നു. നാഥാ, ഈ നിൽക്കുന്ന മനുഷ്യൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പൂണൂരിനടുത്ത കാന്തപുരത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറഞ്ഞിട്ട് അയാൾ സ്വർഗത്തിലാണോ? നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഈ ബദർ യുദ്ധത്തിൽ അബൂജഹൽ വരുമ്പോൾ അള്ളാനോട് ദുആ ചെയ്തിട്ടാ ബദർ യുദ്ധത്തിൽ വരുന്നത്. എന്നിട്ട് മീക്കായിലിന്റെ വെട്ടേറ്റ് കാഫറായി മരിച്ചു വീഴുക. എന്തുകൊണ്ട്?
ഒരൊറ്റ വിഷയം മതി. മൊയ്തീൻ ഷെയ്ഖെ എന്ന് ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ പച്ച കാഫറാണ് ആ വിളിക്കുന്നവൻ. പച്ച കാഫർ, സമ്പൂർണമായ കാഫറാണ് ഓൻ. ഇസ്ലാമെന്ന് പുറത്താ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ടൊന്ന് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ വിളിക്കാന്ന് ദുർവ്യാഖ്യാനിക്കല്ലാതെ. ഷുവർ, ഞാൻ ഉറപ്പിച്ച് പറയും നിങ്ങളോട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം പറ. ഈ നാട്ടുകാരൊന്ന് മനസ്സുകൊണ്ട് ഉത്തരം പറ. ലോകം നോക്കൂ, കാന്തപുരത്തിൻ്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് അതിന് അവസരം ഇവിടെ വരും. അത് വരണം. ആളുകൾ ആശയപരമായി ശരിക്ക് സംവദിക്കണം, എന്നിട്ട് മാറണം. നോക്കൂ, നിങ്ങൾ കാന്തപുരം അറിയണ്ട. CM എൻ്റെ CMൻ്റെ ജീവിതകാലത്തും എന്നെ നിയന്ത്രിക്കുന്നത് CM ആണ്. ദെൻ CM മരിച്ചാലും എന്നെ നിയന്ത്രിക്കുന്നത്, കാന്തപുരത്തിന് നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പ്രസംഗിച്ച ആളാത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ആ പറഞ്ഞത് നാവുകൊണ്ടാണോ? ഈ ആശയം പ്രസംഗിച്ച ഒരു നബീൻ്റെ പേര് പറയാമോ? എന്നെ നിയന്ത്രിക്കുന്നത് ഇബ്രാഹിം നബിയാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരു നബി വഫാത്തായതിനു ശേഷം വേറൊരു നബി വന്നിട്ട് ഈ നബിയോട് തേടാം, ആ ഖബർ കെട്ടി ഉയർത്താം, അവിടെ ഉറൂസ് നടത്താം, അവിടെ ആനയിത്തള്ളതാം. എന്തേ അവരാരും പറയാത്ത? അല്ല, 1400 വർഷത്തിൻ്റെ അപ്പുറത്ത് മാത്രമാണോ അതൊക്കെ? ആണോ? 1.4 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം ഖുർആനിലില്ലേ? 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് സൂറത്ത് അനാമില്. എന്നിട്ട് അല്ലാഹു പറയാ അവരൊക്കെ ഹിദായത്തിലാണ്, അവരുടെ മാർഗം പിന്തുടർന്നോളി. അതിലേതെങ്കിലും ഒരു നബി, ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതിലേതെങ്കിലും ഒരു നബി മരണപ്പെട്ടു പോയ ഒരു വലിയനെ, മരണപ്പെട്ടു പോയ ഒരു നബിയിനെ വിളിച്ച ഒരൊറ്റ തെളിവ് അള്ളാന്റെ ഖുർആനിലില്ല. കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. മാത്രല്ല അള്ളാഹ് പറയണെന്നറിയോ, അല്ലാത്ത മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ, മമ്പർ തങ്ങളെ വിളിക്കാൻ തെളിവ് ഇല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോഴോ മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഫൈസൽ മൗലവി അല്ല, ഹുസൈൻ സലഫി അല്ല, PN അല്ല, പിന്നെ ആരെ പറയണ? അള്ളാഹ് പറയാണ് ലാ ബുർഹാന ലഹു ബിഹി, ലാ ബുർഹാന ലഹു ബിഹി. ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ അറിയോ? അല്ലാത്തവരെ വിളിക്കാൻ ഖുർആനിൽ തെളിവുണ്ടെന്നായിരുന്നു കാന്തപുരം കൊട്ടപ്പുറത്ത് 1982 പറഞ്ഞ്. ആ പറഞ്ഞതിനെ പറ്റി അള്ളാഹ് പറയണെന്നറിയോ? ആ കാഫർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കൂല. ഏത് കാഫർ? ഏത് കാഫർ? അല്ലാത്തവരെ വിളിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്നവൻ കാഫറാണെന്ന് ആയത്ത് പറയുന്നത്. 23-ാം അധ്യായം മുജാഹിദ് ബാദ്ശാന്റെ വക എടുത്തായിരുന്നു നോക്കിക്കള. 23-ാം അധ്യായം 117 പറയാണ് ലാ ബുർഹാന ലഹു ബിഹി. ഖുർആനിൽ അവർക്ക് തെളിവ് കാണാൻ കഴിയില്ല. അല്ലാത്ത ഒരു ഇലാഹിനെ ആരാധിക്കാനോ വിളിക്കാനോ ഉള്ള ഒരു തെളിവ് അള്ളാഹുവിന്റെ ഖുർആനിൽ അവർക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് അള്ളാഹ് പറയാ. എന്നിട്ട് ഉസ്താദ് പറയാ ഉണ്ട് മൗലവി ഉണ്ട്. അപ്പൊ അയാൾ ആരെയാ ഖണ്ഡിച്ച്? കൊട്ടപ്പുറത്ത് CP ഉമർ സുല്ലമിനെ ഖണ്ഡിച്ച്, മരിച്ചുപോയ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയെ ലംഘിച്ച്, സലാം സുല്ലമിനെ ലംഘിച്ച്. അല്ല, അള്ളാഹ് പറയാണ് തെളിവില്ല. കാന്തപുരം എഴുന്നേറ്റെന്ന് പറയാ തെളിവുണ്ട്. അപ്പൊ കാന്തപുരാണോ വലുത്, അള്ളയാണോ നിങ്ങൾക്ക് വലുത്? പകരാസനിക്ക് കാന്തപുരാണ് വലുത് അള്ളാനേക്കാൾ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നിഷേധിച്ചാൽ ക്ലിപ്പ് ഞാനിടും.